എവരിവൺ. SSLC മാത്സ് സെക്കൻഡ് ചാപ്റ്ററിലെ ആശയങ്ങളും അതോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസുമാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക്ഷീറ്റുകളിലൂടെ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുട്ടികളിൽ അനലിറ്റിക്കൽ തിങ്കിങ് കൂടി അവർക്ക് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും അതിനെ ഭയമില്ലാതെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് പ്രഗത്ഭനായ ഗണിതാധ്യാപകൻ ജോൺ PS ആണ്. ഇന്നത്തെ വർക്ക്ഷീറ്റിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലേറ്ററലിനെ കുറിച്ചാണ്. ഈ വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി കിട്ടുന്നതിന് ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഒരു സർക്കിളിനെ ഏതെങ്കിലും ഒരു കോഡ് അല്ലെങ്കിൽ ഞാൻ സർക്കിളിനെ വൃത്തത്തെ 2 സെഗ്മെന്റ്സുകളായി തിരിക്കുമെന്നും ആ 2 സെഗ്മെന്റ്സിലെ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ് എന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? എന്താണ്? ഒരു സർക്കിളിന്റെ ഏതൊരു ഞാണും വൃത്തത്തെ 2 വൃത്തഖണ്ഡങ്ങളായി മുറിക്കുമെന്നും അല്ലെ 2 ഭാഗങ്ങളായി തിരിക്കുമെന്നും ആ 2 വൃത്തഖണ്ഡങ്ങളിലെയും കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് പഠിച്ചത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്, ഞാൻ ഈ വൃത്തത്തിൽ 4 ബിന്ദുക്കൾ അടയാളപ്പെടുത്താണ്. ഏതെങ്കിലും 4 ബിന്ദുക്കൾ. ഓക്കെ, 4 ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. A, B, C, D അല്ലേ? A, B, C, D എന്നീ 4 ബിന്ദുക്കളും ചേർത്ത് നിങ്ങൾ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ, കോഡ്സ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഏത് രൂപമാണ് കിട്ടുക? നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും യോജിപ്പിച്ചാൽ പോരാ. ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഓർഡറിൽ യോജിപ്പിക്കാനല്ല പറഞ്ഞത്. ഇപ്പൊ 4 ബിന്ദുക്കളും യോജിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള യോജിപ്പിക്കലല്ല. നമ്മളിതൊരു സൈക്ലിക് ആയിട്ട് യോജിപ്പിച്ചാൽ, സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രം അല്ലേ? ചക്രം. ആ ചക്രം ആയിട്ട്, അതായത് സർക്കിൾ ആകൃതിയിൽ, ഈ രീതിയിൽ ഓർഡറിൽ വേണം നമ്മൾ യോജിപ്പിക്കാനായിട്ട്. ഞാൻ ഈ ബിന്ദുക്കളെ യോജിപ്പിക്കാൻ പോവുകയാണ്. സൈക്ലിക് ഓർഡറിലാണ് യോജിപ്പിക്കുന്നത്. അതായത് എയിൽ നിന്ന് ഞാൻ ബിയിലേക്കാണ് യോജിപ്പിക്കുന്നത്, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് എയിലേക്ക്. ഇതാണ് സൈക്ലിക്. അല്ലെങ്കിൽ തിരിച്ച് എയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെ ക്രമമായിട്ട് അല്ലോ ഇങ്ങനെ യോജിപ്പിക്കണം. ഇതിനെയാണ് സൈക്ലിക് ഓർഡറിൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഈ രീതിയിൽ വേണം നിങ്ങളോട് യോജിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ കിട്ടുന്ന രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഈ ആകൃതിക്ക് പേര് പറയാം? ചതുർഭുജം അല്ലേ? ഇതൊരു ചതുർഭുജമാണ്, അതായത് ക്വാഡ്രിലേറ്ററൽ ആണ്. ക്ലിയർ? ഈ ക്വാഡ്രിലേറ്ററലിന്റെ എന്താണ് പ്രത്യേകത? 4 കോർണറും വെർട്ടിസസും 4 മൂലകളും എവിടെയാണ്? വൃത്തത്തിലാണ് എന്നുള്ളതാണ് ഈ ക്വാഡ്രിലേറ്ററലിന്റെ പ്രത്യേകത. അതായത് ഈ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായത്? ഇത്തരം ക്വാഡ്രിലേറ്ററലിനെയാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയാം. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന് പറയാം. അപ്പൊ എന്താണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ? ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ അത്തരം ചതുർഭുജത്തിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ നമുക്കറിയാം, ഇതിന്റെ ഈ ക്വാഡ്രിലേറ്ററിന്റെ വശങ്ങളെല്ലാം ഈ വൃത്തത്തിന്റെ എന്താണെന്ന് നമുക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. AB എന്ന ഈ വശമുണ്ടല്ലോ, അത് വൃത്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാം? വൃത്തത്തിന്റെ എന്താണത്? കോഡ്, ഞാനാണ് അല്ലെ? അതുപോലെ BC എന്ന ഞാനുണ്ട്, CD ഒരു ഞാനാണ്, AD എന്ന് പറയുന്നത് മറ്റൊരു കോഡ് ആണ്. ക്ലിയർ? 4 കോഡുകളാണ് ഇത്. ഈ ചതുർഭുജത്തിന്റെ വശങ്ങളെല്ലാം ഈ വൃത്തത്തിന്റെ കോഡ് ആണ്, ഞാനുകളാണ്. ക്ലിയർ? ഏതൊരു ഞാനും വൃത്തത്തെ 2 ഖണ്ഡങ്ങളാക്കി അല്ലെ 2 സെഗ്മെന്റ്സ് ആയി മുറിക്കുമെന്നും 2 സെഗ്മെന്റ്സിലെയും ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെന്നും മറുഖണ്ഡങ്ങളിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിന്റെ ഒരു ഡയഗണൽ വരച്ച് നോക്കാം. ഏതാണ് ഇതിന്റെ ഡയഗണൽ വികർണം? ഈ ക്വാഡ്രിലേറ്ററിന്റെ വികർണം AC ഒരു വികർണമാണ്, BD എന്നുള്ളത് മറ്റൊരു വികർണമാണ് അല്ലെ? ഒന്ന് നമുക്ക് വരച്ചു നോക്കൂ.
വികർണം ഡയഗണൽ വരച്ചിരിക്കുകയാണ്. ഈ വികർണം ഈ വൃത്തത്തിന്റെ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടും, മനസ്സിലാവൂ. നിങ്ങളൊന്ന് നോക്കുക. ഈ AC എന്ന ഈ വികർണം വൃത്തവുമായി ബന്ധപ്പെട്ട് അതിനെ എന്ത് പേരിട്ട് വിളിക്കാം? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടാവും, ഡയമീറ്റർ എന്ന് വിളിക്കാം എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ, വ്യാസം എന്ന് വിളിക്കാം എന്ന്. പക്ഷെ ഞാൻ ഇവിടെ സെന്റർ അടയാളപ്പെടുത്തിടത്തോളം, സെന്റർ അടയാളപ്പെടുത്തി സെന്ററിൽ കൂടി കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് പറയാൻ പാടുള്ളൂ? ആ വികരണം ഒരു വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ സെന്റർ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഏതാണ് സെന്റർ എന്ന് നമുക്ക് അറിയാത്തിടത്തോളം നിങ്ങൾ ഊഹിച്ച് അത് പറയാൻ പാടില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും എവിടെ കണ്ടാലും നിങ്ങൾക്കത് ക്വസ്റ്റ്യനിൽ അത് അവിടെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും സൂചന തരാത്തിടത്തോളം അത് വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് AC എന്ന് പറയുന്നത് ഒരു ഞാനാണ്, വൃത്തത്തിന്റെ ഒരു ഞാനാണ്. കാരണം വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ്. അതുകൊണ്ട് അതും ഒരു ഞാൻ കോഡ് ആണ് അല്ലേ? അത് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഏംഗിളിനെ കുറിച്ചും എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഇത് ഈ AC എന്ന ഞാൻ കോഡ് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളായി മുറിക്കുന്നുണ്ട് അല്ലേ? ACയുടെ ഈ എയിൽ നിന്നും സിയിൽ നിന്നുമാണ് ഈ ഡിയിലേക്ക് കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്, ഏംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ വൃത്തഖണ്ഡത്തിലെ കോണാണ് ഈ കോൺ ഡി എന്ന് പറയുന്നത്. ശരിയല്ലേ? AC എന്ന ഞാണിനെ അടിസ്ഥാനമാക്കി ഈ വൃത്തഖണ്ഡത്തിലെ ഈ സെഗ്മെന്റിലെ ഏംഗിളാണ് ഏംഗിൾ ADC. ഏംഗിൾ ADC മനസ്സിലായില്ലേ? ഇതേപോലെ നമുക്ക് ACയെ അടിസ്ഥാനമാക്കി അതിന്റെ ഈ മറു സൈഡിലുള്ള സെഗ്മെന്റ് കണ്ടില്ലേ? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ പാർട്ട് കൂടി ഉൾപ്പെട്ടതാണ്. ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൽ ഈ ഭാഗം മാത്രമാണ്. സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉൾഭാഗം ഇന്റീരിയർ ഭാഗം കൂടി ഉൾപ്പെടും. ആ സെഗ്മെന്റിലെ ഒരു ഏംഗിളാണ് ഏംഗിൾ ABC അല്ലെ? എയിൽ നിന്നും സിയിൽ നിന്നും തന്നെയാണ് ആ ഏംഗിൾ ഉണ്ടായിരിക്കുന്നത്. ഏംഗിൾ ABC. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? AC എന്ന കോഡിനെ അടിസ്ഥാനമാക്കി കോഡ് രണ്ട് സെഗ്മെന്റിലും ഉണ്ടാക്കുന്ന ഏംഗിളാണ് ഏംഗിൾ ADCയും ഏംഗിൾ ABCയും. പക്ഷേ മക്കളെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ രണ്ട് കോണുകളുടെ പ്രത്യേകത എന്തായിരിക്കും? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ്? ഏംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നാണ്. അതായത് ഇതിന്റെ ഈ ഏംഗിളിന്റെ രണ്ട് ഏംഗിളിലെയും സം 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഏംഗിൾ ADC പ്ലസ് ഏംഗിൾ ABC ഈക്വൽ ടു 180 ഡിഗ്രി ആണ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലേറ്ററിന്റെ മൊത്തം ഏംഗിൾ എത്രയാണ്? 4 ഏംഗിൾസിന്റെയും സം എത്രയാണ്? 4 കോണുകളുടെയും തുക മുമ്പ് പഠിച്ചതാണ്, 360 ഡിഗ്രിയാണ് അല്ലേ? എങ്കിൽ ബാക്കിയുള്ള ഈ രണ്ട് ഏംഗിളുകൾ കൂട്ടിയാൽ എന്തായിരിക്കും? ഏംഗിൾ BAD, ഏംഗിൾ BAD യും പിന്നെ ഏംഗിൾ BADയും ഏംഗിൾ BCDയും ഏംഗിൾ BCDയും കൂട്ടിയാൽ അതിന്റെ തുക, അതിന്റെ സം എത്രയായിരിക്കണം? 360 നിന്ന് 180 കുറയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് BD എന്ന വികർണം വരച്ചു കഴിഞ്ഞാൽ, ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സെഗ്മെന്റുകളായി മുറിയും. ഈ സെഗ്മെന്റിലെ ഏംഗിളാണ് ഇത്, അതേപോലെ ഈ ഭാഗത്ത് ഈ ഏംഗിളും രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഏത് രീതിയിലാണെങ്കിലും ഇതിന്റെ ഓപ്പോസിറ്റ് ഏംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ഏംഗിൾസ് ആണ് ആദ്യം പറഞ്ഞ പെയർ അല്ലേ? രണ്ടാമത് പറഞ്ഞത് പെയർ എന്നാണ്, ഓപ്പോസിറ്റ് ഏംഗിൾസ് തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. എന്താണത്? സൈക്ലിക് ക്വാഡ്രിലേറ്ററിൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഏംഗിൾ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഓപ്പോസിറ്റ് ഏംഗിൾ സം ഈസ് 180 ഡിഗ്രി എന്നൊരു ഐഡിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഏംഗിൾ സം ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് 180 ഡിഗ്രി. മനസ്സിലായോ? അത് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഈ ആശയം കിട്ടാൻ കാരണം കഴിഞ്ഞ ആശയം
ആശയത്തിൽ നിന്നാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ക്ലിയർ? ഏത് ആശയത്തിൽ നിന്ന്? ഒരു കോഡ് സർക്കിളിനെ 2 സെഗ്മെന്റ്സ് ആയി മുറിക്കുമെന്നും ആ 2 സെഗ്മെന്റ്സിലെയും ആംഗിൾ സമ 180 ഡിഗ്രി ആണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ആശയത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഇപ്പോൾ പഠിച്ച സൈക്ലിക് ക്വാഡ്രിലേറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾ സമ 180 ഡിഗ്രി ആയിരിക്കും. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നത്. അപ്പൊ നമുക്ക് ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നന്നായി മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് സർക്കിളിൽ പഠിച്ചത്, ഓരോ ആശയവും അതിനെ മനസ്സിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാനുള്ള പ്രോബ്ലംസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഓരോ ആശയവും മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്സഡ് ആയിട്ട് എല്ലാ ആശയങ്ങളും ചേർത്തുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഓരോ ആശയം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ മുന്നത്തെ ആശയം കൂടി കലർന്നു വരാറുണ്ട്. ഇനി എല്ലാ ആശയങ്ങളും കൂടി കലർത്തിക്കൊണ്ട് പലവിധ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഈ പ്രോബ്ലത്തിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. ഈ ചിത്രത്തിനെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കോർണേഴ്സ് ഒക്കെ, ഇതിന്റെ മൂലകളൊക്കെ വൃത്തത്തിലാണ്. ഈ ക്വാഡ്രിലേറ്ററലിന്റെ മൂലകൾ വൃത്തത്തിലാണ്, കോർണേഴ്സ് വൃത്തത്തിലാണ്. നെക്സ്റ്റ് ആംഗിൾസ് ഓഫ് ABCD കണ്ടെത്താനാണ് ചോദ്യം. ഈ ക്വാഡ്രിലേറ്ററൽ ABCDയുടെ കോണുകൾ കണ്ടുപിടിക്കുക. ചതുർഭുജം ABCDയുടെ കോണുകൾ കണ്ടുപിടിക്കുക. മൂലകൾ വൃത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് പറയാം ABCD is a cyclic quadrilateral. ABCD ചക്രീയ ചതുർഭുജം. അത് നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതേണ്ട പോയിന്റ്, ABCD is a cyclic quadrilateral. ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ആംഗിൾസ് എങ്ങനെ കണ്ടെത്തും? നിങ്ങൾ ഇവിടെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമാണപ്പോൾ അറിയില്ല, എന്നാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ആംഗിളിന്റെ പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കുക. ABCD സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ചിത്രം നോക്കി ഒന്ന് പറയൂ, ഏതൊക്കെയാണ് എതിർ കോണുകൾ? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. എയിൽ നിന്ന് ആംഗിൾ DEB, ആംഗിൾ DEB. പിന്നെ ഏതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്? അതായത് ആംഗിൾ DCB, ആംഗിൾ DCB. ഓക്കെ, ഇതിന്റെ സമ്മാണ് എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ഇതാണ് ഈ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ അറിയാലോ, അതെന്താണ് തന്നിരിക്കുന്നത്? എക്സും ഈ ആംഗിൾ 3x-ഉമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളും ഒരുമിച്ച് ചെയ്യൂ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ എത്രയാണ് എക്സ് എന്ന് കണ്ടുപിടിക്കുക വേഗം. 4x 180 ആണ് എങ്കിൽ x ഈക്വൽ ടു 180. പല കുട്ടികളും ഇവിടെ 4 മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 4 അങ്ങോട്ട് ചെല്ലുമ്പോൾ മൈനസ് ആയിട്ട് എഴുതാറുണ്ട്. സൈൻ മാറ്റി എഴുതും, -4 ആക്കി എഴുതും. ബേസിക് ഉറക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാൻ, അതായത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇത് 1 into x ആക്കാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ആ ഡിവിഷനാണ് മറുഭാഗത്തും ചെയ്യേണ്ടത്. അതായത് 180 ഡിവിഷൻ 4, 180 ഡിവൈഡഡ് ബൈ 4, അതായത് 45 ഡിഗ്രി. ക്ലിയർ? x ഈക്വൽ ടു 45 ആണെങ്കിൽ 3x ഇത് 45 ഡിഗ്രി ആണ്. ചിത്രത്തിൽ നിങ്ങൾ വരച്ച് എഴുതി വെക്കുക. എങ്കിൽ ഇതിന്റെ 3 ടൈംസ് അല്ലേ ഈ ആംഗിൾ, അതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 3 into 45. Angle DCB equal to 3 into 45. എത്രയാണ്? 135. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് y plus 5y. ഇതുപോലെ തന്നെ നമുക്ക് പറയാം y plus 5y. 6y equal to 180 ഡിഗ്രി. 6y 180 ഡിഗ്രി ആണെങ്കിൽ y equal to 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, y 30 ആണെങ്കിൽ ഇത് 135 എന്ന് എഴുതിക്കുക. നെക്സ്റ്റ് y 30 ആണ് എങ്കിൽ 5 ടൈംസ് ആണ് 30യുടെ 5 ടൈംസ് 150 ഡിഗ്രി എന്ന് എഴുതി വെക്കുക. ആംഗിൾ DAB ഈക്വൽ ടു x ഈക്വൽ ടു 45 ഡിഗ്രി. നെക്സ്റ്റ് രണ്ടാമത് ഈ ആംഗിൾ എഴുതാം. ആംഗിൾ ABC 5y എന്ന് പറയുന്നത് 150 ഡിഗ്രി. Next
നെക്സ്റ്റ് ഇത് എഴുതാം, ആംഗിൾ ഡി സി ബി. ആംഗിൾ ഡി സി ബി ഈക്വൽ ടു 3x ഈക്വൽ ടു 135. ഓക്കെ, നെക്സ്റ്റ് ഇത് എഴുതാം, ആംഗിൾ എ ഡി സി y ഈക്വൽ ടു 30 ഡിഗ്രി. നിങ്ങൾക്ക് ശരിയായിട്ടില്ലേ? നിങ്ങൾ ചെയ്തത് ചെക്കിങ്ങിന് വേണ്ടി നിങ്ങൾ കൂട്ടി നോക്കുക. ഓപ്പോസിറ്റ് 45 135 180 ആണ്, 150 30 180 ആണ്. അപ്പൊ നിങ്ങൾക്ക് ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തിട്ടേ ഇത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ ബി എന്നത് ഡയമീറ്റർ ആണ് എന്നാണ്, വ്യാസമാണ്. എ ബി വ്യാസമാണ്, മനസ്സിലായില്ലേ? ചോദ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിത്രം എന്താണ്? എ ബി സി ഡി. ചിത്രത്തിലേക്ക് നോക്കൂ, അതിന്റെ 4 കോർണറുകളും എയും ബിയും സിയും ഡിയും എവിടെയാണ്? വൃത്തത്തിലാണ് അല്ലെ, സർക്കിളിലാണ്. ഈ 4 വെർട്ടിസസും സർക്കിളിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണ്. എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് കണ്ടെത്തൽ. എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണ്. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഇതാണ് നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ? ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ്. ഇനി അവർ തന്ന ഒരു ആംഗിൾ ഉണ്ട് അല്ലേ? ഈ ആംഗിൾ എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ 130 ഡിഗ്രി 130 ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ എ ബി സി, ഈ ആംഗിൾ എത്രയാണ് എന്നാണ്. എ ബി സി, ബിയിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ഇതിന്റെ നിയമം. സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ സമം 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അല്ലെ മക്കളെ? അങ്ങനെയാണെങ്കിൽ 130 കഴിഞ്ഞാൽ ബാക്കി 180ൽ 130 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 50 ഡിഗ്രി എന്ന് കിട്ടുമല്ലോ. ഓക്കെ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് തന്ന ആംഗിളിനെ നിങ്ങൾ പേന കൊണ്ട് എഴുതുക. അത് നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല, അത് ഉറപ്പായിട്ടും അത് ശരി തന്നെയായിരിക്കും. നിങ്ങൾ പുതുതായി കണ്ടുപിടിക്കുന്ന ആംഗിളിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കുക. എങ്ങാനും നിങ്ങൾക്ക് മാറ്റേണ്ട വന്നാലും അവിടെ മാറ്റാമല്ലോ. പിന്നെ തെറ്റി എന്ന് തോന്നിയാൽ മാറ്റണമെങ്കിൽ മാറ്റാം. അതുകൊണ്ട് തന്ന ആംഗിൾ പേന കൊണ്ടും ബാക്കിയുള്ള മെഷർമെന്റ്സ് ഒക്കെ അളവുകളൊക്കെ പെൻസിൽ കൊണ്ടും, നിങ്ങൾ പുതുത് കണ്ടുപിടിക്കുന്നതൊക്കെ പെൻസിൽ കൊണ്ടും എഴുതുക. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആദ്യത്തെ പോയിന്റ്? എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് എഴുതി വെക്കുക. ചക്രീയ ചതുർഭുജം, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ എ ബി സി ഈക്വൽ ടു എന്താണ്? 180ൽ നിന്ന് കുറയ്ക്കണം എത്ര? ആംഗിൾ എ ഡി സി കുറയ്ക്കണം. 130 കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഒരാശയം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ സി ബി എത്ര എന്നാണ്. മെഷർ ഓഫ് ആംഗിൾ എ സി ബി ആണ്. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണെന്ന് ചിത്രത്തിൽ ശ്രദ്ധിക്കാം. എ സി ബി എന്തായാലും സിയിലായിരിക്കും ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ? നടുവിലല്ല, ഈ സിയിലായിരിക്കും ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവുക. എ സി സിയിലാണ്, അപ്പൊ തന്നെ മാറ്റിയ ആംഗിൾ എ സി ബി. ഈ ആംഗിൾ എത്രയാണ് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വയം എഴുതൂ, ചെയ്യാൻ കിട്ടുന്നുണ്ടാവും അല്ലേ? എ ബി ഡയമീറ്റർ ആണ് എന്ന പോയിന്റ് മറക്കാതിരിക്കുക. എ ബി ഡയമീറ്റർ, എ ബി വ്യാസമാണ്. എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എ ബി, എയിൽ നിന്നും ബിയിൽ നിന്നും തന്നെയാണ് ഈ ആംഗിൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ? സൈഡുകൾ വരച്ചിരിക്കുന്നത്. എങ്കിൽ നമുക്കത് 90 ഡിഗ്രി ഉറപ്പാണ്. 90 ഡിഗ്രി. കാരണം എന്താ? സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. റീസൺ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് സി പാർട്ട് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി എ സി എന്നാണ്. നിങ്ങൾ ആദ്യം ചിത്രത്തിൽ ആ ബി എ സി മാർക്ക് ചെയ്യൂ. തന്നെ എല്ലാവരും മാർക്ക് ചെയ്യൂ. നിങ്ങൾ വരച്ച ചിത്രത്തിൽ ബി എ സി മാർക്ക് ചെയ്യാം. ബി എ സി ഇവിടെയാണ് വരിക അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും എന്നെങ്ങനെ കണ്ടെത്താം? ഏതാശയമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്? ഈ ആംഗിൾ ഒരു ട്രയാംഗിളിലെ ഒരു ആംഗിളാണ്. 3 ആംഗിളും ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇവിടെ 90ഉം 50ഉം 140. ബാക്കിയുള്ള 40 ആയിരിക്കില്ലേ ഇവിടെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ആംഗിൾ ബി എ സി ഈക്വൽ
equal to angle B is equal to 180 minus എത്ര 90 plus 50. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര കിട്ടിയത് 40 ഡിഗ്രി എന്ന ആൻസർ കിട്ടിയത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുക. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ആദ്യം ഇതാണ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ തന്നതിൽ നിന്ന് നേരെ ഏതിലേക്ക് എത്താൻ പറ്റും നോക്കുക. ഇതിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഇതും കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഇത് കിട്ടില്ല, 2 എങ്കിലും കിട്ടണം. അപ്പം നിങ്ങൾ ഇത് കിട്ടാൻ പറ്റുമോ നോക്കും. അപ്പോഴാണ് ഇത് 90 കിട്ടുക. പിന്നീട് നമുക്ക് ഇവിടെ എത്താം. ക്ലിയർ? ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, എന്താണ് തന്നിരിക്കുന്നത്? ബി സി ഈക്വൽ ടു സി ഡി. BC ഈക്വൽ ടു സി ഡി. നിങ്ങൾ ചിത്രത്തിൽ അപ്പോൾ തന്നെ ഈക്വൽ ആണ് എന്ന അടയാളം കൊടുക്കുക അല്ലേ? BC ഈക്വൽ ടു സി ഡി. എന്തിനായിരിക്കും സൈഡ് ഈക്വൽ ആണ് തന്നിട്ടുണ്ടാക്കുക? ഈ പ്രോബ്ലം മുഴുവൻ, ഈ സർക്കിൾ ചാപ്റ്റർ മുഴുവൻ ഏംഗിൾസിനോടനുബന്ധിച്ചാണ്. സൈഡ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടാവുക, ഓപ്പോസിറ്റ് ഏംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ പ്രയോഗിക്കാനായിരിക്കുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. നെക്സ്റ്റ് ചോദ്യം, ഏംഗിൾ സി ബി ഡി എന്നുള്ളത് 25 ആണെന്ന് തന്നാൽ ഏംഗിൾ ബി ഡി സി എത്ര എന്നാണ്? ഏംഗിൾ ബി ഡി സി ചിത്രത്തിലേക്ക് നന്നായി നോക്കുക, നിങ്ങൾ കണ്ടെത്താം. ഏംഗിൾ ബി ഡി സി, ഈ ഏംഗിൾ എത്രയായിരിക്കും? ഈ ഏംഗിൾ 25 ആണെങ്കിൽ ഇവിടെ ഈ ഏംഗിൾ എത്രയായിരിക്കും? എന്താണ്? ഈ 2 സൈഡും ഈക്വൽ ആണ്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിൽ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ വശത്തിനെതിരെ 25 ആണെങ്കിൽ ഇതിനെതിരെയും 25 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു 25 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഏംഗിൾ ബി ഡി സി ഈക്വൽ ടു ഏംഗിൾ സി ബി ഡി. സി ബി ഡിക്ക് ഈക്വൽ ആണ്, അത് 25 ഡിഗ്രി ആണ് എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി സി ഡി? ഏതാണ് ബി സി ഡി എന്ന് കണ്ടെത്തലാണ് ആദ്യത്തെ പണി. എവിടെയായിരിക്കും ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവുക? സിയിലാണ് ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവുക കേട്ടോ. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ അവസാനിക്കും. അതിൻ്റെ ഇടയിൽ സിയിൽ ആംഗിൾ ഉണ്ടാകും. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സി കൂടെ കടന്നുപോയി ഡിയിലെത്തും. അതായത് ഈ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. വേഗം എഴുതിക്കോളി. ചിത്രത്തിലേക്ക് നോക്കുക, അതിലേക്ക് ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക, എന്നിട്ട് നോക്കുക, എഴുതുക. കിട്ടിയിട്ടുണ്ടാവും. 25ഉം 25ഉം 50 ആണ്. ബാക്കി 3 കോണുകളും കൂട്ടിയാൽ 180 ആണ് ട്രയാങ്കിളിലെ അല്ലേ? 50 കഴിഞ്ഞാൽ ബാക്കി ഇത് 130 ഡിഗ്രി. അതായത് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 180യിൽ നിന്ന് കുറയ്ക്കണം 25 പ്ലസ് 25, 50 കുറയ്ക്കണം എങ്കിൽ ബാക്കി 130 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സി പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി എ ഡി എന്നാണ്. എന്താണ് ബി എ ഡി? ബിയിൽ നിന്ന് തുടങ്ങി എയിൽ കൂടി കടന്നുപോയി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ ആണ് അല്ലേ? ഈ ആംഗിൾ കിട്ടുന്നതിനെ നമ്മൾ ഇന്ന് പഠിച്ച ആശയം മനസ്സിലാക്കാം. എ ബി സി ഡി എന്നുള്ളത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ് എങ്കിൽ ഈ ആംഗിൾ 130 ആണെങ്കിൽ 180 മൈനസ് 130, അതായത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ സം ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് 180 ഡിഗ്രി. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി. അപ്പൊ ഇത് 130നോട് എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക? 50 ഡിഗ്രി. സിമ്പിൾ. അതായത് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180 മൈനസ് 130 ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? അവിടെ ഞാൻ ഈ സ്റ്റെപ്പ് എഴുതുന്നത് നിങ്ങൾ എങ്ങനെ എക്സാം എഴുതണം എന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതേപോലെ തന്നെ സ്റ്റെപ്പ് എഴുതി ആവശ്യമായ സ്റ്റെപ്പുകൾ, കാരണം കുറേ അധികം കാര്യം വരെ ചെയ്തില്ല, അത്യാവശ്യം വേണ്ട സ്റ്റെപ്പുകൾ എഴുതി നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ ശീലിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈക്ലിക് പാരലോഗ്രാം ഈസ് എ റെക്ടാങ്കിൾ എന്നുള്ളതാണ്. ഒരു സൈക്ലിക് പാരലോഗ്രാം ആണെങ്കിൽ അത് റെക്ടാങ്കിൾ മാത്രമേ ആവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ക്ലിയർ? ചിത്രമൊന്നും തന്നിട്ടില്ല, ഞാനൊരു റഫ് ഫിഗർ വരച്ചതാണ് ഇവിടെ. നമ്മൾ സൈക്ലിക് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാനൊരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പാരലോഗ്രാം വരച്ചു. ഞാൻ വരച്ചിരിക്കുന്നത് ഒരു പാരലോഗ്രാം ആണ്, പക്ഷേ അത് റെക്ടാങ്കിൾ ആണോ എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് എന്താണ്? എ ബി സി ഡി ഈസ് എ സൈക്ലിക് പാരലോഗ്രാം.
ചിത്രം വരയ്ക്കാതെയും ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ചിത്രം വരച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആവും. അതുകൊണ്ടാണ് ഞാൻ ചിത്രം വരച്ച് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. സൈക്ലിക് പാരലോഗ്രാം ആണ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് പാരലോഗ്രാം ആണെങ്കിൽ ഒരു നിയമം ഉണ്ടല്ലോ, ഏംഗിൾസിനെ കുറിച്ചാണ് ചോദ്യം കേട്ടോ. സൈഡുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏംഗിൾസ് ആണ്. പാരലോഗ്രാമിന്റെ ഏംഗിൾസിനെ എന്താണ് പ്രത്യേകത? ഓപ്പോസിറ്റ് ഏംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അല്ലെ. എതിർകോണുകൾ ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അതായത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏംഗിൾ എ ഈക്വൽ ടു ഏംഗിൾ സി എന്നാണ്. ഏംഗിൾ എ ഈക്വൽ ടു ഏംഗിൾ സി. പക്ഷേ നമുക്ക് ഏംഗിൾ എ എത്രയാണ്, 90 ആണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് അത് റെക്ടാങ്കിൾ ആണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ. ഏംഗിൾ എ ഈക്വൽ ടു ഏംഗിൾ സി. പക്ഷേ നമുക്ക് അറിയാമല്ലോ ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയതുകൊണ്ട് ഇത് ഏംഗിൾ എയും ഏംഗിൾ സിയും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടും അല്ലേ. അപ്പൊ ബട്ട് എന്നാൽ ഏംഗിൾ എ പ്ലസ് ഏംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. എന്നാൽ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഏംഗിൾ എയും ഏംഗിൾ സിയും എത്ര വീതമായിരിക്കണം? Therefore angle A equal to angle C equal to എത്രയായിരിക്കണം? 90 അല്ലാതെ ഏതെങ്കിലും രണ്ട് നമ്പർ ഒരേ നമ്പർ കൂട്ടിയാൽ 180 കിട്ടുമോ? അത് 180ന്റെ പകുതി ആയിരിക്കണം. അതായത് 90 ഡിഗ്രി ആയിരിക്കണം. ഏംഗിൾ എയും ഏംഗിൾ സിയും 90 ഡിഗ്രി വീതം ആയിരിക്കണം. ഏംഗിൾ എയും ഏംഗിൾ സിയും 90 ആണത്രേ. ഇത് 90 ആണ്, ഇതും 90 ആണ്. ഇതേപോലെ നമുക്ക് എന്ത് തെളിയിക്കാൻ പറ്റും? ഇതേപോലെ angle B equal to angle D equal to 180 degree. Clear? Similarly, we can prove angle B equal to angle D equal to 90 degree. Okay. ഇപ്പൊ എന്തായിരിക്കും? ഈ പാരലോഗ്രാമിന്റെ 4 ഏംഗിൾസും 90 ഡിഗ്രി ആണ്. ആയതുകൊണ്ട് അതെന്താണ്? ഒരു ചതുരമാണ് അല്ലേ, ഒരു റെക്ടാങ്കിൾ ആണ്. 4 angles of ABCD. 4 angles of പാരലോഗ്രാം, സൈക്ലിക് പാരലോഗ്രാം ABCD. ചക്രീയ സാമാന്തരികം ABCDയുടെ 4 കോണുകളും 90 ഡിഗ്രി വീതമാണ്. അതുകൊണ്ട് ABCD ഒരു ചതുരമാണ്. Therefore ABCD is a rectangle. ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻ ഇല്ലാതെയോ തന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആലോചിച്ച് മനസ്സിലെ ആ സ്റ്റെപ്പ് ആലോചിച്ച് മുറിച്ച് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ചിന്തിച്ചു? പാരലോഗ്രാം ആണ്, അതുകൊണ്ട് ഏംഗിൾ എക്കും ഏംഗിൾ സിക്കും എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് സബ് ക്വസ്റ്റ്യൻ ചോദിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ഏതും ഏംഗിൾ എ ഈക്വൽ ടു ഏംഗിൾ സി ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിക്കാമായിരുന്നു ഏംഗിൾ എയും ഏംഗിൾ സിയുടെയും സം എത്രയാണ് എന്ന് ചോദിക്കാമായിരുന്നു. അതൊന്നും തന്നില്ല, നേരിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ മുറിച്ച് ചിന്തിച്ച് നമ്മളിത് പ്രൂവ് ചെയ്യാം. സിമ്പിളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇൻ ദ ഫിഗർ AB ഈക്വൽ ടു AC. AB ഈക്വൽ ടു AC. ഓക്കെ. PQ ഈസ് പാരലൽ ടു BC. ദാ PQ വരച്ചിരിക്കുന്നു കേട്ടോ. PQ ഇതിനെ സമാന്തരമാണ്, BCക്ക് സമാന്തരമാണ്, BCക്ക് പാരലലാണ്. നെക്സ്റ്റ് നമുക്ക് തെളിയിക്കേണ്ടത് BPQC എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. അതൊരു ചക്രീയ ചതുർഭുജമാണ് എന്ന് തെളിയിക്കണം. ഏത്? BPQC ഇതൊരു ചക്രീയ ചതുർഭുജമാണ് എന്ന് തെളിയിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ 4 ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുക. ഇതെല്ലാം ഒരേ ചോദ്യം തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് തെളിയിക്കാൻ നമുക്ക് എന്താ ആവശ്യം? ഓപ്പോസിറ്റ് ഏംഗിൾ സമ്മ 180 എന്ന് തെളിയിച്ചാൽ മതി അല്ലേ. എതിർകോണുകളുടെ തുക 180 എന്ന് തെളിയിച്ചാൽ മതി. അതായത് ഇത് രണ്ടും കൂട്ടിയാൽ 180, അല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 180. ഇതിൽ ഏതിലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമുക്കതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ തന്നതിൽ നിന്ന് തുടങ്ങാം. എന്താണ് തന്നത്? AB ഈക്വൽ ടു AC എന്നാണ് തന്നത് അല്ലേ. AB ഈക്വൽ ടു AC. Therefore നമുക്ക് പറയാൻ സാധിക്കുന്നത് AB എന്ന ഈ വശം ത്രികോണം ABCയിൽ AC എന്ന വശത്തിന് തുല്യമാണെങ്കിൽ നമുക്ക് ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ, ഐസോസെലിസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാവണ്ടേ? എബിക്കെതിരെയുള്ള AB എന്ന ഈ വശത്തിന് എതിരെ ഈ ത്രികോണത്തിലെ കോൺ ഏതാണ്? ഈ കോണല്ലേ. അതായത് കോൺ ACB
കോൺ എ സി ബി എങ്കിൽ എ സി ബി ഏതിന് തുല്യമായിരിക്കും? അതിന് തുല്യമായ വശം എ സി ആണ് അല്ലേ മക്കളെ? എ സിക്ക് എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഇതാണ്, ഈ കോണിന് തുല്യമാണ് അല്ലെ? അതായത് കോൺ എ ബി സി. ക്ലിയർ ആയില്ലേ? കോൺ എ ബി സി എങ്കിൽ എ ബി സിക്ക് ഈക്വൽ ആണ്. ഞാനിതിനെ എക്സ് എന്ന് പേര് കൊടുക്കുക. നമുക്ക് തന്നിട്ടൊന്നുമില്ല, നമുക്ക് ഒരു വില കൊടുക്കുകയാണ് എക്സ് ഡിഗ്രി എന്ന്. അല്ലേ? അപ്പൊ നമുക്ക് ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് എവിടെ എത്തേണ്ടത്? ഇത് 180 മൈനസ് എക്സിലേക്ക് എത്തണം. നമുക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ലക്ഷ്യം മറന്നു പോവല്ലേ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഓപ്പോസിറ്റ് ഏംഗിൾസിന്റെ സമം 180 എന്ന് തെളിയിക്കണം. എങ്കിൽ നമുക്ക് ഇവിടെ എക്സ് എന്ന് എഴുതിയാൽ ഇത് 180 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റണം അല്ലേ? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? എന്താണ് പിന്നെ അവിടെ തന്നിരിക്കുന്നത്? PQ is parallel to BC. BCക്ക് പാരലൽ ആണ് PQ. ഇതിന് BCക്ക് സമാന്തരമാണ് PQ. എങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും നമുക്ക് ഇതിലേക്കല്ലേ എത്തേണ്ടത്? ഈ രണ്ട് ഏംഗിളിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? കോഇന്റീരിയർ ഏംഗിൾസ് ആണ് അല്ലേ? പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള രണ്ട് ഏംഗിളുകളാണ്, ശരിയല്ലേ? രണ്ട് സമാന്തര വരകളെ ഒരു വര കൂട്ടി ഘടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷനിലുള്ള രണ്ട് ഏംഗിളുകൾ കോഇന്റീരിയർ ഏംഗിൾസ്, ഇതിന്റെ സമ്മ് എത്രയായിരിക്കണം? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരിക്കുന്നത് അല്ലേ? 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. എങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180ൽ എക്സ് കഴിഞ്ഞ് ബാക്കിയുള്ളത് 180 മൈനസ് എക്സ് ആവണം. ഇതേപോലെ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണ്, ഇവിടെ 180 മൈനസ് എക്സ് ആകും. ക്ലിയർ? അപ്പൊ ഒന്ന് എഴുതി നോക്കാം നമുക്ക് എങ്ങനെ ഇത് പ്രൂഫ് ആയതുകൊണ്ട് സ്റ്റെപ്പ് വേണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? PQ പാരലൽ ടു AB. ഇത് പാരലലിനെ എഴുതാനാണ് കേട്ടോ ഈ രണ്ട് സൈൻ ഉപയോഗിച്ചത്. പാരലലിനെ നിങ്ങൾ നേരിട്ട് പാരലൽ എഴുതിക്കോളൂ. PQ പാരലൽ ടു AB. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എങ്കിൽ B പ്ലസ് എങ്കിൽ BPQ അല്ലേ? എങ്കിൽ ABC പ്ലസ് എങ്കിൽ ABC പ്ലസ് എങ്കിൽ ABC, ഈ എങ്കിൽ പ്ലസ് ഈ എങ്കിലിന് എന്ത് പേരിട്ട് വിളിക്കാം? എങ്കിൽ BPQ. എങ്കിൽ BPQ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, കാരണം കോഇന്റീരിയർ എങ്കിൽ സമ്മ് 180 ഡിഗ്രി ആണ് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, therefore എങ്കിൽ BPQ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി എന്നുള്ളതാണ്. ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? സിമിലർലി ഇതുപോലെ നമുക്ക് എന്ത് കിട്ടും? എങ്കിൽ CQP അല്ലേ? ഇതുപോലെ സിമിലർലി നമുക്ക് we can prove angle CQP equal to 180 minus x degree. Clear? ഇനി നമ്മളുടെ ആവശ്യത്തിലേക്ക് എത്താം. എങ്കിൽ PBC ഈ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഇതാണ്, അതുകൊണ്ട് ഇനി എ വിടുക. നമുക്ക് ഇതിന്റെ ഏംഗിൾസിനെ നോക്കാം. എങ്കിൽ PBC പ്ലസ് ഈ എങ്കിൽ CQP ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ് അല്ലേ മക്കളെ? എക്സ് പ്ലസ് 180 മൈനസ് എക്സ് എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയോ? നമ്മൾ ഓപ്പോസിറ്റ് ഏംഗിൾസിന്റെ സമ 180 ആണ്. therefore ഇതുപോലെ നമുക്ക് എന്ത് തെളിയിക്കാം? ഒരെണ്ണം 180 ആണെങ്കിൽ ഇതും 180 ആയിരിക്കും. therefore BPQC is a cyclic quadrilateral. therefore BPQC ഒരു ചക്രീയ ചതുർഭുജമാണ്. a cyclic quadrilateral എന്ന് അവസാനിപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒന്നും കൂടി ചിത്രം നോക്കി പറയൂ. എന്നിട്ട് നിങ്ങൾ ചിത്രം നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. ആദ്യം നമുക്ക് AB ഈക്വൽ ടു AC എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ABക്ക് ഓപ്പോസിറ്റ് ആയ ഈ ആംഗിൾ എക്സ് എന്ന് എഴുതിയപ്പോൾ ഇതിനെതിരെയുള്ള ഈ ട്രയാങ്കിൾ ആണ്. ഇപ്പൊ നമ്മൾ ട്രയാങ്കിളിനെയാണ് പരിഗണിക്കുന്നത്. AC ക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എക്സ് എന്ന് എഴുതി.
ഇതാണ് AB=AC എന്നത് തന്നതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റിയത്. പിന്നെ അവര് ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും സമാന്തരമാണ് എന്ന് തന്നതിൽ നിന്നാണ് നമ്മൾ പോയിന്റീരിയർ ആംഗിൾ അല്ലെ, ഒരു സമാന്തര വരകൾക്കിടയിൽ അല്ലെ, സമാന്തര വരകൾക്കിടയിലുള്ള കോണുകളാണ്, അവയുടെ തുക 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ 180ൽ ബാക്കിയുള്ള 180 മൈനസ് എക്സ് ആയിരിക്കും ഇവിടെ. ഇതുപോലെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഇനി നമ്മുടെ ആവശ്യത്തിലേക്ക് വരികയാണ്, സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ചിന്തിക്കണില്ല, ഈ രൂപം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കുകയാണ്, ഈ ആംഗിൾ പ്ലസ് ആംഗിൾ PBC പ്ലസ് ആംഗിൾ CQP കണ്ടോ, ഇത് രണ്ടും കൂട്ടി നോക്കുകയാണ്, എക്സും 180 മൈനസ് എക്സും കൂട്ടിയപ്പോൾ 180 കിട്ടി. Therefore BPQC is a cyclic quadrilateral, ചക്രീയ ചതുർഭുജം ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് ചെയ്താൽ നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളിപ്പോൾ 2 പ്രൂഫാണ് ഇവിടെ ചെയ്തത്. ആ 2 പ്രൂഫും സ്വയം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ക്ലാസ് കേട്ടതിന് ശേഷം അത് സ്വയം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒന്നുകൂടി വെച്ച് നോക്കുക. അപ്പോഴേ നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് പടിപടിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും. നിങ്ങൾ കൃത്യമായി ഒരു അരമണിക്കൂർ, എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളത് ചെയ്തിരിക്കണം. എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സ്കില്ലുണ്ടാവണമെങ്കിൽ അത് ഡെയിലി പ്രാക്ടീസിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെ ചിന്തിക്കാനുള്ള കഴിവും നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ നിന്നാണ്, കുറേ പ്രോബ്ലംസ് കണ്ടുമുട്ടുന്നതിൽ നിന്നാണ് നമുക്ക് ചെയ്യാൻ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. SSLC എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സർക്കിളുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക്ഷീറ്റും കൂടിയേ ബാക്കി നിൽക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വർക്ക്ഷീറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോഴേ സർക്കിളിലെ എല്ലാ ആശയങ്ങളും നമ്മൾ പടിപടിയായി പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് മിക്സഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ഒരു ക്ലാസ്സും കൂടി വെച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്ത ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ആദ്യ ഭാഗം പഠിച്ചത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൾജിബ്രയും പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്നത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനെ അത് സഹായിക്കും. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.